ഈ സെക്ഷൻ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട രവിശങ്കർ സാർ, വേദിയിലും സദസ്സിലുമുള്ള മാന്യ വ്യക്തിത്വങ്ങളെ, പ്രിയമുള്ള വിദ്യാർത്ഥികളെ, കഴിഞ്ഞ 2 ദിവസമായി ഇവിടെ വളരെ രസകരമായ രീതിയിൽ ഭാഷാശാസ്ത്രത്തെക്കുറിച്ചുള്ള പ്രബന്ധങ്ങൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായി ശാസ്ത്ര മേഖലയിൽ നിന്നുള്ള കുറച്ച് കടുത്ത വാക്കുകൾ കേൾക്കുവാനായി ഞാൻ നിങ്ങളെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന മേഖല എന്ന് പറയുന്നത് കൃഷി, കാർഷിക ശാസ്ത്രമാണ്. ഈ കാർഷിക ശാസ്ത്രം എന്ന് പറയുമ്പോൾ, കൃഷി എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കേവലം 2 അക്ഷരങ്ങളുടെ ഒരു കൂട്ടായ്മയാണെങ്കിലും ഇത് ശരിക്കും ഒരു സംസ്കാരമാണ്, ഒരു കലയാണ്, ഒരു ശാസ്ത്രമാണ്. ഏകദേശം 15ഓളം ശാസ്ത്രങ്ങളുടെ ഒരു സമ്മേളനമാണ് കാർഷിക ശാസ്ത്രം. ഈ ശാസ്ത്രത്തിൽ നമ്മൾ പഠിക്കാത്തതായിട്ട് ഒന്നും തന്നെയില്ല. അതിൽ നിങ്ങളാരും പ്രതീക്ഷിക്കാത്ത സാമ്പത്തിക ശാസ്ത്രം തൊട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് വരെ, മാത്തമാറ്റിക്സ് വരെ നമ്മൾ ഇതിൽ പഠിക്കുന്നുണ്ട്, എൻജിനീയറിംഗ് പഠിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള എല്ലാ ശാസ്ത്രമേഖലകളും കൈവച്ചുകൊണ്ട് പോകുന്ന ഒരു ശാസ്ത്രമാണ് കാർഷിക ശാസ്ത്രം. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുകയാണ്, എന്താണ് കൃഷി? നിങ്ങൾക്ക് ഒരു നിർവചനം തരാൻ സാധിക്കുമോ? പ്രത്യേകിച്ച് കുട്ടികളെടുത്താണ്, മുതിർന്നവരോട് ഞാൻ ചോദിക്കുന്നില്ല. അവർ ഈ കാലങ്ങളായിട്ട് കണ്ടറിഞ്ഞു വരുന്ന ഒരു പ്രതിഭാസമാണ് കൃഷി എന്ന് പറയുന്നത്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പലർക്കും ഇന്ന് കൃഷിയെക്കുറിച്ച് അത്ര വലിയ ഒരറിവൊന്നുമില്ല. ഞാൻ കഴിഞ്ഞ ദിവസം തെങ്ങിനെക്കുറിച്ചൊരു ക്ലാസ് എടുത്തപ്പോൾ ഞാൻ തെങ്ങിനെക്കുറിച്ച് ഒരു 10 വാചകം പറയാൻ പറഞ്ഞിട്ട് ആർക്കും പറയാൻ പറ്റാത്തൊരു സാഹചര്യം പോലും ഉണ്ടായി കുട്ടികൾക്ക്. അതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം. കാര്യം കുട്ടികൾക്ക് എന്താണ് തെങ്ങ് എന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റും? തെങ്ങിനെക്കുറിച്ച് ഒരു വാക്ക്, ഒറ്റ വാക്ക്, അത് ഏറ്റവും ഉചിതമായ വാക്ക്. തേങ്ങ ഉണ്ടാകുന്ന വൃക്ഷമാണ് തെങ്ങ്, സംശയമൊന്നുമില്ല. അതിനെ നമ്മളൊരു ഒറ്റ വാക്ക് പറയും, യെസ്, കൽപ്പവൃക്ഷമാണ് തെങ്ങ്. എന്തുകൊണ്ടാണ് നമ്മൾ അതിനെ കൽപ്പവൃക്ഷം എന്ന് പറയുന്നത്? എല്ലാം അനുഗ്രഹിച്ച് കിട്ടിയിരിക്കുന്ന ഒരു വൃക്ഷമാണ്. അതിൽ നിന്ന് നമുക്ക് ഒഴിവാക്കുവാനായിട്ട് ഒരു ഭാഗവും തന്നെ ഇല്ല. ഇപ്പോഴാണ് നമുക്ക് തെങ്ങിൻ്റെ മറ്റു ഭാഗങ്ങൾ വേണ്ടാതായത്, പ്രത്യേകിച്ച് തടി, വേര്, ഇതൊന്നും ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നില്ല. പണ്ടങ്ങനെയില്ല. തെങ്ങിൻ്റെ വേര് തുടങ്ങി എല്ലാ ഭാഗങ്ങളും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നൊരു കാലമാണ്. ഇപ്പം നമുക്ക് വേണ്ടത് തേങ്ങ, വെളിച്ചെണ്ണ, തേങ്ങയിൽ നിന്നെടുക്കുന്ന മറ്റു വാല്യൂ ആഡഡ് വസ്തുക്കൾ, ഇതൊക്കെയാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത്. അപ്പം ഇതാണ് നമ്മുടെ കൃഷിയുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം. നമ്മൾ പല കാര്യങ്ങളും ചോദിച്ചു കഴിഞ്ഞാൽ, വളരെ നമുക്ക് കണ്ണുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്ന വൃക്ഷങ്ങളെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്കും ഒന്നും അറിയില്ല. ഒരു തെങ്ങ് കായ്ക്കാൻ എത്ര സമയമെടുക്കും? തേങ്ങയാകാൻ എത്ര സമയമെടുക്കും? ഒരു തേങ്ങ ആകാൻ എത്ര സമയമെടുക്കും? തെങ്ങ് കായ്ക്കാൻ 3 വർഷം തൊട്ട് 6 വർഷം വരെ എടുക്കാം. ഒരു തേങ്ങ ഉണ്ടാകാൻ എത്ര സമയമെടുക്കും? വളരെ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണ്. ഒരു തെങ്ങിൽ നമുക്കൊരു തേങ്ങ കിട്ടാൻ എത്ര സമയമെടുക്കും? 3 മാസമൊന്നും പോരാ. കുറച്ചൊന്ന് ചിന്തിച്ചിട്ട് പറയും. അല്ലല്ല, ആരോഗ്യകരമായിട്ടുള്ള ഒരു തെങ്ങിൽ എത്ര ഓലകളുണ്ടാകും? ചുമ്മാ ചോദിക്കുകയാണ്. 12, 30 തൊട്ട് 40 വരെ ഓലകളുണ്ടാവും. ഒരു പൂങ്കുല പൊട്ടി തേങ്ങയാകാൻ 12 മാസം, 10 തൊട്ട് 12 മാസം, 10 മാസം അത്രയും വേണം. മിനിമം ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. വേറൊന്നും കൊണ്ടല്ല, നമ്മളിത് നാളെ നമ്മുടെ കുട്ടികൾ ചോദിക്കുമ്പോഴും നമ്മളൊരുപാട് കാഠിന്യമേറിയ വാക്കുകളൊക്കെ നമ്മൾ പറഞ്ഞിങ്ങനെയൊക്കെ പോകുമ്പോൾ ഇത്രയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചില കുട്ടികൾ കൗതുകം കൊണ്ടെങ്കിലും ചോദിക്കും ഇതെന്താണെന്നുള്ളത്. കാര്യം നമ്മൾ കരിക്ക് വഴിയിൽ നിന്ന് കരിക്ക് വാങ്ങി എല്ലാവരും കഴിക്കും, അല്ലേ?
കഴിക്കാത്ത ആരും തന്നെയില്ല, കരിക്ക് കിട്ടിയാൽ കഴിക്കും. അപ്പോൾ ഒരു കുട്ടി ചോദിക്കുകയാണ് ഇതെങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറഞ്ഞു കൊടുക്കാനുള്ളൊരു ചെറിയൊരു സാമാന്യ വിവരം നമ്മളിൽ ഉണ്ടാകണം. ഞാനിപ്പോൾ അതിലേക്കൊന്നും അല്ല പോകുന്നത്, ഞാൻ കൃഷിയുടെ ഡെഫിനിഷനാണ് ചോദിച്ചത്. അപ്പം കൃഷിക്ക് നമ്മൾ വളരെ സിമ്പിളായിട്ടൊരു ഡെഫിനിഷൻ പറയണമെങ്കിൽ ഇത്തിരി പാടാണ്. എങ്കിലും അതിനെ നമുക്ക് പറയാവുന്ന ഒരു ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടുന്ന ഭക്ഷ്യ ഇതര വസ്തുക്കളുടെ ശാസ്ത്രീയമായ ഉൽപാദനം എങ്ങനെയാണ്? ശാസ്ത്രീയമായ വിളപരിപാലനത്തിലൂടെയും പക്ഷി മൃഗ മത്സ്യ പരിപാലനത്തിലൂടെയും നേടിയെടുക്കുന്ന ഒരു പ്രക്രിയയാണ് കൃഷി അല്ലെങ്കിൽ കൃഷിശാസ്ത്രം എന്ന് പറയുന്നത്. ഒരുപാട് ഘടകങ്ങളുണ്ട് അതിൽ. നമ്മളതിൽ ഉൽപാദനം മാത്രമല്ല അവിടെ വരുന്നത്. ഉൽപാദനം കഴിഞ്ഞാൽ അതിൻ്റെ സംഭരണം, അത് കഴിഞ്ഞാൽ സംസ്കരണം, അത് കഴിഞ്ഞ് ഇത് പാക്കറ്റൊക്കെ ആയിട്ട് പോയിട്ടുള്ള അതിൻ്റെ ഉപഭോഗം. ഈ സംഭരണം എന്ന് പറയുന്നത് ഒരു വലിയൊരു പ്രോസസ്സാണ്. നമ്മുടെ FCI ഗോഡൗണിലൊക്കെ നിങ്ങൾക്ക് ചെന്നറിയാം 5 വർഷം വരെ നമ്മുടെ കയ്യിൽ കരുതൽ ശേഖരമുണ്ട് 5 വർഷത്തേക്കുള്ള എന്ന് നമ്മൾ അഭിമാനത്തോടെ പറയുന്നത് എങ്ങനെയാണ്? നമ്മൾ സംഭരിച്ച് വെച്ചേക്ക് 5 വർഷമായിട്ടുള്ള സാധനങ്ങൾ, 5ാമത്തെ വർഷത്തെ സാധനമായിരിക്കും നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ നടക്കണം. പ്രയോറിറ്റിയാണ്. കാര്യം നമുക്ക് നാളെയും കരുതലാണത്, സൂക്ഷിച്ചു വെച്ചേ പറ്റും. അപ്പോൾ ഇത്രയും ഒരു പ്രോസസ്സിൻ്റെ ഒരു ശാസ്ത്രശാഖയാണ് അഗ്രികൾച്ചർ. അപ്പോൾ ഇതിനെ ബാധിക്കുന്ന കുറേ അധികം ഘടകങ്ങളുണ്ട്. അപ്പോൾ അത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം. നിങ്ങളൊക്കെ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും കീടം. നമ്മൾ ഹിന്ദിയിലും കീട എന്നാണ് പറയുന്നത്. കീടം ഇതേപോലെ ഞാൻ പറഞ്ഞ പോലെ 2 അക്ഷര വാക്കാണെങ്കിലും ഒരു വലിയ ഒരു മേഖലയാണ് കീടം. പെസ്റ്റ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും. പെസ്റ്റ് 2 തരമുണ്ട്. ഷഡ്പദ കീടങ്ങളും ഷഡ്പദ ഇതര കീടങ്ങളും. ഷഡ്പദ കീടങ്ങൾ ഇൻസെക്ട് പെസ്റ്റ്, ഷഡ്പദ ഇതര കീടങ്ങൾ നോൺ ഇൻസെക്ട് പെസ്റ്റ്. എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഷഡ്പദ ഇതര കീടങ്ങൾ എന്ന് പറയാൻ കാര്യം? ഷഡ്പദം ഒഴിച്ച് ബാക്കി വരുന്ന എല്ലാവരും കീടങ്ങളാണ്. അപ്പം നമ്മൾ ചോദിക്കും മനുഷ്യൻ കീടമാണോ? മനുഷ്യൻ കീടാവാറുണ്ട്. കീടം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ശല്യം. നമുക്ക് ന്യൂയിസൻസ് ആകുന്ന, നമ്മൾ നട്ടുവളർത്തി പരിപാലിക്കുന്ന വിളകളെ ദോഷകരമായി ബാധിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ പരിപാലിക്കുന്ന പക്ഷി മൃഗാദികൾക്ക് ദോഷകരമായിട്ട് ബാധിക്കുന്ന, അതിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട ഉൽപാദനം വിളവ് കുറയ്ക്കുന്ന ഏതൊരു ജീവജാലത്തെയും നമ്മൾ കീടം എന്ന് പറയും. അപ്പം മനുഷ്യൻ കീടമാവും, മൃഗങ്ങൾ കീടമാവും. നമ്മളിപ്പോൾ പത്രത്തിലൊക്കെ വായിക്കുന്നതാണ് വന്യമൃഗങ്ങളുടെ പ്രശ്നങ്ങളും എല്ലാം കീടമാണ്. പക്ഷേ ആ കീടം എന്ന വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് എന്താണ്? ചെറിയ പ്രാണികളാണ്. ഇതേപോലെയുള്ള ചെറിയ പ്രാണികളാണ് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്, കീടം. ഇപ്പം നമ്മുടെ ഒരു പ്രധാന കൃഷിയിലെ പ്രയോഗമാണ് കീടം. അതേപോലെ രോഗം, മനുഷ്യനുള്ളതുപോലെ തന്നെ ചെടികൾക്കെല്ലാം രോഗമുണ്ട്. വിവിധതരം രോഗാണുക്കളുണ്ട്. അപ്പം നമ്മൾ ബാക്ടീരിയ, മലയാളമില്ല, ഉണ്ടോ ബാക്ടീരിയയ്ക്ക്? ഉണ്ടോ സാർ? ഇല്ല. കീടാണു കോമണാണ്. കീടാണെന്ന് പറയുന്നത് ഈ രോഗം ഉണ്ടാക്കുന്ന എല്ലാത്തിനെയും നമുക്ക് കീടാണെന്ന്, മൈക്രോ ഓർഗാനിസംസ്, സൂക്ഷ്മജീവികളെ എല്ലാത്തിനെയും കൂടെ ഒരുമിച്ച് ചേർത്ത് നമുക്ക് കീടാണെന്ന് പറയാം. പക്ഷെ നമ്മളവിടെ പറയുമ്പം ബാക്ടീരിയ, വൈറസ്, ഫംഗസ് എന്ന് വെച്ചാൽ കുമിളുകൾ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ പൂപ്പൽ എന്ന് പറയാം. അതിന് നമുക്ക് പറയാം. പിന്നെയുണ്ട് പ്രോട്ടോസോവൻസ്, ഇപ്പോഴുള്ള അമീബിക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സാധനങ്ങൾ, അമീബയൊക്കെ ആ ഗ്രൂപ്പ് വരുന്ന പ്രോട്ടോസോവൻസ്. നിമറ്റോഡ്സ്, നിമാവിരകൾ എന്ന് മലയാളം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിന് മണ്ണിനടിയിൽ കാണുന്ന സൂക്ഷ്മ വിരകളാണ് നിമറ്റോഡ്സ്. നമുക്കും ഉണ്ട് കൃമി, മറ്റു വേംസ് എല്ലാം അതിൽ വരുന്നതാണ് നിമറ്റോഡ്സ്, നിമാവിരകൾ. ഇങ്ങനെ ഒരുപാട് ആയിരക്കണക്കിന് കാര്യങ്ങൾ വരുന്നുണ്ട് ഇതിൽ. കീടമെന്ന് പറയുമ്പോൾ തന്നെ അതിൽ നമുക്ക് എത്രയോ വിളകളുണ്ട്, 100 കണക്കിന് വിളകളുണ്ട്. എന്താണ് വിളയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വാട്ട് ഈസ് വിള? ക്രോപ്പ്, CROP, ക്രോപ്പ്. നമ്മൾ നട്ടുവളർത്തി പരിപാലിക്കുന്ന ഏതൊരു ചെടി, അതിൽ നിന്ന് നമുക്ക് ഉൽപാദനം കിട്ടുന്ന ഒരു എന്താണ്, ഇതാണെങ്കിൽ നമ്മൾ അതിനെ വിള എന്ന് പറയും. നമ്മൾ നട്ടുവളർത്തി പരിപാലിക്കുന്ന അതിനാണ് വിളകൾ എന്ന് പറയുന്നത്. നേരെ മറിച്ച് അവിടെ കിളിച്ച് വരുന്ന ഒരു മുളക് ചെടി, നമ്മൾ നെൽകൃഷി ചെയ്യും. നെല്ലിന് വെള്ളം വേണം, വെള്ളമില്ലാതെ കരനെല്ല് ചെയ്യും. അവിടെ ഒരു മുളക് കിളിച്ച് വരും. വേണമെങ്കിൽ നമുക്കതിൽ നിന്ന് മുളകൊക്കെ എടുക്കാം. പക്ഷെ നമ്മൾ നട്ടുവളർത്തി പരിപാലിച്ചതല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് നെൽച്ചെടിക്ക്, കൃഷിക്ക് ഹാനികരമാണ്. നമ്മൾ വേറൊരു സാധനം കൂടെ വരികയാണ്. ഇപ്പം നമ്മളതിനെ പിഴുത് കളയണം. എന്താണ്? കള. അതാണ് കള. വീഡ്സ് എന്ന് പറയും. കളയുടെ ഒരു ശാസ്ത്രമുണ്ട്. വീഡ് സയൻസ് എന്ന് പറയുന്ന ഒരു വലിയ സബ്ജക്റ്റാണ് കളശാസ്ത്രം. കീടശാസ്ത്രം പോലെ തന്നെ കളശാസ്ത്രം.
കീടശാസ്ത്രം എന്ന് നമ്മൾ പറയുന്നതിൽ തന്നെ നമ്മൾ മെയിനായിട്ട് എൻഡമോളജി പറയുന്നുണ്ട്. എൻഡമോളജി എന്ന് പറഞ്ഞാൽ ശരിക്കും ഷഡ്പദ ശാസ്ത്രമാണ്. എന്താണ് ഷഡ്പദങ്ങൾ? ഷഡ്പദം, ഷഡ്, ഷൺമുഖൻ, ചതുർഭുജൻ, ചതുർഭുജം, പഞ്ചഭുജം, അഷ്ടഭുജം, നവം, 6 കാലുള്ള ജീവികളാണ് ഷഡ്പദങ്ങൾ. 6 കാലുള്ള ജീവികളാണ് ഷഡ്പദങ്ങൾ. ഈ 6 കാലുള്ള ജീവി എന്നുള്ളത് മാത്രമല്ല, ജോയിന്റഡ് ലെഗ്സ് ആണ് അതിനുള്ളത്. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതേപോലെ ഈ കാണുന്ന ഇൻസെക്റ്റിന്റെ മാറ്റിയോ ഏതായാലും പോട്ടെ, അതിന്റെ ശരീരം നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഹെഡ്, തൊറാക്സ്, അബ്ഡമൻ. നമ്മൾ ഇതിനെ എങ്ങനെ ഇതിൽ പറയും? നമ്മുടെ ഒരു ഏകീകൃത ഭാഷ. തലയ്ക്ക് നമുക്ക് ശിരസ് എന്ന് പറയാം, തൊറാക്സ്, അബ്ഡമൻ. അതിന്റെ മലയാളം അല്ലെങ്കിൽ അതിന് ചേരുന്ന നമ്മൾ ഉപയോഗിക്കേണ്ട വാക്കുണ്ടാക്കണം. എനിക്കും ചില വാക്കുകളൊന്നും അറിയില്ല, എന്നാലും ഞാൻ പറയാം. കാര്യം നമ്മളിത് കോമൺ ആയിട്ട് സയൻസിൽ പഠിക്കുമ്പോൾ നമുക്കിത് പഠിച്ചാൽ മതി. പക്ഷെ നമ്മൾ സാധാരണ ഒരു കർഷകനിലേക്ക് ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ നമുക്ക് പല മെയിനായിട്ട് നമുക്കിത് മൊത്തത്തിൽ പറയണ്ട. അവർക്ക് നമ്മൾ കീടം പറയുന്നതിനകത്ത് കീടത്തിന്റെ പേര് മാത്രം മതി. അത് ഞാൻ ഉദാഹരണങ്ങൾ പറയുമ്പോൾ നിങ്ങൾ പലതും കേട്ടാൽ ചിരിക്കും. അതിലേക്ക് നമുക്ക് പോകുന്നതിന് മുമ്പ് അതേപോലെ രോഗത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞു. അതേപോലെ ചെടികൾക്ക് വേണ്ടുന്ന ഒരു മെയിൻ ഘടകമാണ് മൂലകങ്ങളും പോഷകങ്ങളും. നമ്മൾ ഫെർട്ടിലൈസേഴ്സ് അല്ലെങ്കിൽ മനുവേഴ്സ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും. പിന്നെ ജൈവ വളങ്ങൾ എന്താണ്? ബയോ ഫെർട്ടിലൈസേഴ്സ്, ബയോ കൺട്രോൾ, ജൈവ നിയന്ത്രണം. അങ്ങനെയാണെങ്കിൽ ജൈവ കൃഷി എന്താണ്? ഓർഗാനിക് കൾട്ടിവേഷനിലെ ഓർഗാനിക് അഗ്രികൾച്ചർ. പക്ഷെ അവിടെയും ആ കൺസെപ്റ്റേ തെറ്റാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. കാര്യം ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുമ്പം കാർബണിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന ശാസ്ത്രശാഖ, അങ്ങനെയല്ലേ സാറേ? അല്ലേ? കാർബണിക രസതന്ത്രമാണ് ഓർഗാനിക് കെമിസ്ട്രി. അങ്ങനെയാണെങ്കിൽ ഇവിടെ ജൈവ കൃഷി എങ്ങനെ ഓർഗാനിക് അഗ്രികൾച്ചർ ആകും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട്. അത് എങ്ങനെ ആ വാക്ക് വന്നു എന്നുള്ളത് എനിക്കറിയില്ല, എങ്ങനെ ആ വാക്ക് വന്നു എന്നുള്ളത്. ഓർഗാനിക് അഗ്രികൾച്ചർ. അപ്പോൾ അതൊക്കെ നമ്മൾ ശരിക്കും ഈ ശാസ്ത്ര ശാഖകളുടെ ഡിസ്കഷൻ വരുന്ന സമയത്ത് അതിനെ ശരിക്കും മോഡിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഞാൻ നേരത്തെ സാറിനോടൊരു വാക്ക് പറഞ്ഞു. ഇവിടെ തന്നെ നമ്മൾ ജൈവ നിയന്ത്രണം, ബയോ കൺട്രോളിൽ നമ്മൾ 2 കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാരസൈറ്റ്സ്, പ്രിഡേറ്റേഴ്സ്, പാത്തജൻസ്, മൈക്രോ ഓർഗാനിസംസ്. ഇതിൽ പാരസൈറ്റ്സ് എന്ന് പറയുന്നത് പരാതങ്ങൾ എന്നാണ് നമ്മൾ പറയുന്നത്. പ്രിഡേറ്റേഴ്സിന് ഞങ്ങൾ കൊടുത്തേക്കുന്ന വാക്ക് ഇരപിടിയന്മാരെന്നാണ്. ഇരപിടിയന്മാർ. അതേസമയം മൈക്രോ ഓർഗാനിസംസ്, ഈ മൈക്രോ ഓർഗാനിസംസ് ഞാൻ സൂക്ഷ്മജീവികളാണ്. അതായത് ഈ കീടങ്ങൾക്ക് രോഗങ്ങളുണ്ടാക്കി അവയെ നശിപ്പിച്ച് കളയുന്ന സൂക്ഷ്മജീവികൾ. ഈ നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ ആൾക്കാരും അതിലും വരും. അപ്പോൾ അവരെ നമ്മൾ ശാസ്ത്രീയമായി ഉപയോഗിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് ഈ ബയോ കൺട്രോൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബയോ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ കൃഷിയിൽ വരുന്ന മറ്റ് ശാസ്ത്രശാഖകൾ, അഗ്രോണമി കേട്ടിട്ടുണ്ടോ? അഗ്രോണമി നമ്മുടെ ഒരു മെയിൻ ശാസ്ത്രശാഖയാണ് കൃഷിയിൽ അഗ്രോണമി. സോയിൽ സയൻസ്, സോയിൽ സയൻസിന് വേണമെങ്കിൽ നമുക്ക് മണ്ണ് ശാസ്ത്രം അല്ലെങ്കിൽ മൃത്തിക അല്ലേ, അങ്ങനെ മൃത്തിക ശാസ്ത്രം എന്നൊക്കെ പറയാം. അഗ്രോണമിക്ക് നമുക്കൊരു കറക്റ്റ് വാക്ക് കണ്ടുപിടിക്കാൻ പാടാണ്. ഹോർട്ടിക്കൾച്ചറിന് ഉദ്യാന ശാസ്ത്രം എന്ന് പറയാം. ഹോർട്ടിക്കൾച്ചർ നമ്മുടെ മെയിൻ സബ്ജക്റ്റാണ് ഹോർട്ടിക്കൾച്ചർ. അഗ്രോണമി എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ ഈ ക്രോപ്പ് കൾട്ടിവേഷനും മൊത്തത്തിൽ പറയുന്നൊരു വാക്കാണ് അഗ്രോണമി. വിളശാസ്ത്രം തന്നെയാണ്. പക്ഷേ അത് ഈ ഹോർട്ടിക്കൾച്ചറിലേക്ക് വരുമ്പോഴത്തേക്കും അത് ഉദ്യാന ശാസ്ത്രമാണ്. ഉദ്യാന ശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓർണമെന്റൽ പ്ലാന്റ്സ് മാത്രമല്ല, ചെടികൾ മാത്രമല്ല, അതിനകത്ത് വെജിറ്റബിൾസും മറ്റ് പച്ചക്കറികൾ, ഫ്രൂട്ട് പ്ലാന്റ്സ്, ഇതിൻ്റെ എല്ലാം കൾട്ടിവേഷൻ കയറി വരുന്ന ഒരു ശാസ്ത്രശാഖയാണ് ഹോർട്ടിക്കൾച്ചർ. ഹോർട്ടിക്കൾച്ചറിൽ തന്നെ ഇപ്പം നമുക്ക് ഒരുപാട് ഒലറിക്കൾച്ചർ. വാട്ട് ഈസ് ഒലറിക്കൾച്ചർ? എന്താണ്? പച്ചക്കറി കൃഷി ചെയ്യുന്ന ശാസ്ത്രശാഖയാണ് ഒലറിക്കൾച്ചർ. പൊമോളജി, ഫ്രൂട്ട് പ്ലാന്റ്സ് കൃഷിയെക്കുറിച്ചുള്ള ശാസ്ത്രശാഖയാണ് പൊമോളജി. ഒലറിക്കൾച്ചർ, പൊമോളജി. അപ്പം ഇങ്ങനെ അത് തന്നെ ഒരു 7 ഗ്രൂപ്പായിട്ട് അങ്ങ് ഡിവൈഡ് ചെയ്ത് പോയേക്കുകയാണ്. എല്ലാം ഒന്നും ഞാൻ പറയുന്നില്ല. എക്സ്റ്റൻഷൻ സിമ്പിളായിട്ടുള്ളൊരു ശാസ്ത്രശാഖയാണ് ഞങ്ങളുടെ.
അഗ്രികൾച്ചറൽ എക്സ്റ്റൻഷൻ. എന്താണ് എക്സ്റ്റൻഷൻ? ഞങ്ങൾ ഉപയോഗിക്കുന്ന വാക്ക് വിജ്ഞാന വ്യാപന വിഭാഗം. അഗ്രികൾച്ചറൽ എക്സ്റ്റൻഷൻ, വിജ്ഞാന വ്യാപന വിഭാഗം എന്നുള്ള അത് ഞങ്ങളുടെ ഒരു മേജർ സബ്ജക്റ്റാണ്. കാർഷിക മേഖലയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ജോലി കിട്ടുന്നൊരു ഫീൽഡുമാണ്. എൻഡമോളജി ഞാൻ പറഞ്ഞു, പത്തോളജിയും പറഞ്ഞു, പിന്നെ വെറ്റിനറി ആൻഡ് ആനിമൽ ഹസ്ബൻഡറി, അത് ഞങ്ങൾക്ക് ഒരു പഠിക്കാനുള്ളൊരു മേഖലയാണ്. അറിയാം, മൃഗങ്ങളെക്കുറിച്ചുള്ള മൃഗസംരക്ഷണ ശാസ്ത്രം, അഗ്രികൾച്ചർ എൻഡമോളജി പറഞ്ഞു. ഇത് സാമ്പത്തിക ശാസ്ത്രം, അഗ്രികൾച്ചർ എക്കണോമിക്സ്, ഇത് അതിനകത്ത് വരുന്നുണ്ട്. ഇതൊക്കെ അവിടെ നിന്നോട്ടെ. ഇത്രയും നമ്മൾ കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് കുറച്ച് കീടങ്ങളെക്കുറിച്ച് പറയാം. അതൊക്കെ നമ്മൾ കർഷകരുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതും ഞാൻ ഇവിടെ കാണിച്ചേക്കുന്ന ഒരു കീടം ഒരു പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വീട്ടിൽ ട്യൂബ് ലൈറ്റിലൊക്കെ കയറി വരുന്ന ഒരാളാണ് ചെല്ലി. ഇതിനെ ഞങ്ങൾ കൊടുത്തേക്കേണ്ട ഒരു മലയാള വാക്ക് കൊമ്പൻ ചെല്ലി എന്നാണ്. കൊമ്പൻ ചെല്ലി. ഇതിൻ്റെ റൈനോസറസ് ബീറ്റിൽ എന്ന് പറയാൻ കാര്യം അതിൻ്റെ കൊമ്പാണ്. കാണ്ടാമൃഗത്തിനെ പോലെയുള്ള കൊമ്പുള്ളത് കൊണ്ടാണ് അതിനെ റൈനോസറസ് ബീറ്റിൽ എന്ന് പറയുന്നത്. ബീറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടുകളാണ്. കോളിയോപ്റ്റർ എന്ന് പറയുന്ന ഒരു വലിയ ഗ്രൂപ്പിൽ വരുന്ന ആൾക്കാരാണ്. കട്ടിയുള്ള പുറന്തോടുള്ള ജീവികളാണ് ഈ വണ്ടുകൾ. ഈ കോളിയോപ്റ്റർ എന്ന് നമുക്കൊന്നും മാറ്റാൻ പറ്റത്തില്ല, അതിനൊന്നും മലയാള വാക്കൊന്നും കൊടുക്കാൻ പറ്റത്തില്ല. കാര്യം അത് നമ്മുടെ ക്ലാസിഫിക്കേഷൻ്റെ ഭാഗമാണ്, ടാക്സോണമിക് ക്ലാസിഫിക്കേഷൻ്റെ ഭാഗമാണ്. ദിനാമ സിദ്ധാന്തം വഴി നമ്മൾ ഇതിനൊക്കെ സയൻറ്റിഫിക് നെയിം കൊടുത്തിട്ടുണ്ട്. ഒറിക്ടസ് റൈനോസറസ് എന്നാണ് ഇവൻ്റെ പേര്, ഒറിക്ടസ് റൈനോസറസ്. അപ്പോൾ ഇതിനെ നമ്മൾ കൊടുത്തേക്കണ ഒരു മലയാളം പേരാണ് കൊമ്പൻ ചെല്ലി. പക്ഷേ ഈ കൊമ്പൻ ചെല്ലി കണ്ണൂർ കാസർഗോഡ് വന്നു കഴിഞ്ഞാൽ അത് കരിച്ചയാവും. കരിച്ച, ഇവിടെ പറയണ വാക്ക് കരിച്ചെന്നാണ്. ആദ്യമൊക്കെ നമുക്ക് മനസ്സിലാവത്തില്ല. നമ്മുടെ വന്ന് കർഷകർ വന്നു, സാറേ കരിച്ചയുടെ ആക്രമണം എന്ത് ചെയ്യണം? അപ്പം പിന്നെ നമ്മളിത് സ്പെസിഫികം കൊണ്ടുവരാൻ പറയും. നമ്മുടെ ചെറിയ ഈ 550 കിലോമീറ്ററിനകത്തുള്ള ഇതിൻ്റെ ഉപയോഗത്തിലുള്ള വ്യത്യാസമാണ് ഞാൻ പറയണം. അതേപോലെ ഒരുപാട് കാര്യമുണ്ട്. ഏഴിയൻ എന്ന് കേട്ടിട്ടുണ്ടോ? ഏഴിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, ചാഴി. പലതരത്തിലുള്ള ചാഴികളുണ്ട്. നെല്ലിലുണ്ട് ചാഴി. ഇതെല്ലാം നീര് വലിച്ചു കുടിച്ച് ചെടികളെ നശിപ്പിച്ച് കളയുന്ന പ്രാണികളാണ്. നെല്ലിലാകുമ്പം നെല്ലിനെ പതിരാക്കും. കതിര് പതിരാക്കുന്നതാണ് ചാഴി, നീര് വലിച്ചു കുടിച്ചിട്ട്. അറിയാമല്ലോ കതിരും പതിരും. കതിരെന്ന് പറഞ്ഞാൽ നിറഞ്ഞു നിൽക്കുന്നതാണ്. പതിരെന്ന് പറഞ്ഞാൽ അതിനകത്തൊന്നും കാണത്തില്ല. മങ്ക്, ചാഫി എന്ന് പറയും. അപ്പം അങ്ങനെയുള്ള നീര് വലിച്ചു കുടിക്കണം. ഞങ്ങൾ സക്കിം പെസ്റ്റ് എന്ന് പറയും, നീര് വലിച്ചു കുടിക്കുന്ന പ്രാണികൾ ഒരുപാടുണ്ട്. അതിലൊരു പ്രാണിയാണ് ഏഴിയൻ, ചാഴി. ഇത് നെല്ലിലുണ്ട്, പയറിലുണ്ട്, മറ്റ് വിളകളിലെല്ലാം തന്നെ വരുന്നുണ്ട്. അപ്പം ഏഴിയൻ എന്ന് പറയും. കരിച്ച, ഏഴിയൻ. ഇവിടെ നമ്മുടെ വെള്ളയ്ക്ക, കൊച്ചങ്ങ, വെളിച്ചങ്ങ, മച്ചിങ്ങ. ഇതിൽ മച്ചിങ്ങയാണ് നമ്മൾ മൊത്തത്തിൽ ഞങ്ങൾ ഉപയോഗിക്കുന്ന ഒരു വാക്ക്, മച്ചിങ്ങ കൊഴിച്ചിൽ. പക്ഷേ തിരുവനന്തപുരത്ത് ആയി കഴിയുമ്പോൾ അത് കൊച്ചങ്ങ കൊഴിച്ചിലാവും. കൊല്ലത്ത് വരുമ്പോൾ വെള്ളയ്ക്ക കൊഴിച്ചിലാവും. ഇവിടെ വരുമ്പം വെളിച്ചങ്ങ. ആ ഒരു തെങ്ങിൻ്റെ തന്നെ ഒരു വേരിയേഷനാണ് നമ്മൾ ഈ പറഞ്ഞു വരുന്നത്. തെങ്ങിൽ മാത്രം ഉണ്ടാവണം. അപ്പം അങ്ങനെ തെങ്ങിൻ്റെ ഓരോ ഭാഗത്തിനും പേര് വ്യത്യാസം ഉണ്ടാവും. എല്ലാമൊന്നും നമുക്ക് കിട്ടുന്നില്ലെങ്കിലും അപ്പോൾ അത്രയും വ്യതിയാനമുണ്ട്. ഇതിനെ നമ്മൾ എങ്ങനെ ഏകീകരിക്കുക എന്നുള്ളത് ഇത്തിരി പാടാണ്. പക്ഷെ ഞങ്ങളൊക്കെ ഈ എഴുതിയാണ് ചില വാക്കുകളെ ഏകീകരിച്ചെടുക്കുന്നത്. നമ്മൾ എഴുതുന്ന വാക്കുകൾ വേറെ പലരും വായിക്കുമ്പോൾ അങ്ങനെയാണ് ഈ നമ്മുടെ എന്താണ് മച്ചിങ്ങ ആയത് എഴുത്തുകാരിലൂടെയാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഇതിനെ ഏകീകരിച്ച് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞത് ഒരു വാക്കായി, കോമൺ വാക്കായി മാറുകയാണ്. പിന്നെ കീടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് ദോഷകരമായിട്ടുള്ളതിനാണ് കീടം. അവിടെ ശത്രുകീടവും മിത്രകീടവും ഇല്ല. പലയിടത്തും ഈ മിത്രകീടം എന്ന് പറഞ്ഞ് കേൾക്കുന്നുണ്ട്. മിത്രപ്രാണികളേ ഉള്ളൂ. ഈ മിത്രപ്രാണികളിലാണ് പരാതങ്ങൾ, ഇരപിടിയന്മാർ, ഇതൊക്കെ വരുന്നത് മിത്രപ്രാണികളാണ്. അതായത് നമ്മുടെ ഈ കീടങ്ങളെ പിടിച്ചു തിന്നുന്നമാരാണ് ഇരപിടിയന്മാരാണ്. അത് മിത്രപ്രാണികളാണ്. അപ്പം അവിടെ മിത്രകീടങ്ങൾ എന്ന് പറയാൻ പാടില്ല. രോഗങ്ങളിൽ പൗഡറി മിൽഡ്യൂ എന്ന് പറയുന്നൊരു രോഗമുണ്ട്. പൗഡറി മിൽഡ്യൂ, ഇത് ചൂർണപ്പൂപ്പ് എന്നാണ് അതിൻ്റെ. ചൂർണം എന്ന് വെച്ചാൽ പൊടി. അപ്പം ഇങ്ങനെ ഈ മലയാളം വാക്കുകൾ ഉണ്ടാക്കിയെടുക്കുകയാണ് നമ്മൾ. അങ്ങനെ ഒരുപാട് രോഗങ്ങളുണ്ട്, പല പേരും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ലീഫ് റോട്ട്, ഓലകരിച്ചി, ബഡ് റോട്ട്, മണ്ട ചീയൽ. തെങ്ങിൻ്റെ ഒരു മെയിൻ രോഗമാണ് ബഡ് റോട്ട്, മണ്ട ചീയൽ, കൂമ്പ് ചീയൽ, മഹാളി. ഇതെല്ലാം അഴികൾ, ചീയൽ രോഗങ്ങളാണ്. അപ്പോൾ ഈ ചീയൽ, അഴികൾ വാക്കുകളൊക്കെ നമ്മളിവിടെ ചേർത്തിട്ടാണ്. അതേപോലെ സ്റ്റെം ബോറർ, തണ്ട് തുരപ്പൻ,
തണ്ടുതുരപ്പൻ ഒരുപാട് തണ്ടുതുരപ്പനുണ്ട്. എല്ലാ മിക്ക വിളകളിലും നെല്ലിലെ തണ്ടുതുരപ്പനുണ്ട്. അതേപോലെ പച്ചക്കറികളിൽ കായതുരപ്പന്മാരുണ്ട്, തണ്ടുതുരപ്പന്മാരുണ്ട്. അപ്പം ഇതിനെല്ലാം കൂടെ നമ്മൾ കോമൺ ആയിട്ട് തണ്ടുതുരപ്പൻ എന്നൊരു വാക്ക് കൊടുക്കുമെങ്കിലും നമ്മൾ പഠിക്കുമ്പോൾ ഇതിനെല്ലാം സയൻറ്റിഫിക് നെയിം ഉണ്ട്, അതിനൊരു ഫാമിലി ഉണ്ട്, ഒരു ഓർഡർ ഉണ്ട്, ഒരു ക്ലാസ് ഉണ്ട്, ഒരു ഫൈലോ ഉണ്ട്, ഒരു കിങ്ഡം ഉണ്ട്. അതാണ് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. ഇപ്പം നേരത്തെ കാണിച്ച ഒറിക്ടസ് റൈനോസറസ്, അതിലെ ജനറിക് നെയിമും സ്പീഷീസ് നെയിമും റൈനോസറസ്. അതിൻ്റെ ഫാമിലി കോളിയോപ്ട്ര ആണോ? അല്ല, സ്കരാബിഡെ. ഓർഡർ കോളിയോപ്ട്ര. എങ്ങനെയാണത് പോണത്, അതിൻ്റെ ഹെയറാർക്കി പോണത്. ഈ ഇങ്ങനെ ഓരോ ആയിരക്കണക്കിന് കീടങ്ങളെ നമ്മൾ പഠിക്കണം. അതേ കണക്ക് ഈ ചെടികളുടെ സൈഡിനും ഇതേപോലെ പഠിക്കണം, ഈ വിളകളുടെ എല്ലാം. ടൊമാറ്റോയുടെ പേരെന്താണ്? ടൊമാറ്റോ ലൈക്കോപെർസിക്കോൺ എസ്കുലൻഡം, അബൾമോസ്കസ് എസ്കുലൻഡസ്. വെണ്ട കോക്കോസ് ന്യൂസിഫറ, എല്ലാവർക്കും അറിയാം. കോക്കനട്ട് ഒറൈസ സറ്റൈവ, മനിഹോഡ് എസ്കുലൻഡ. മനിഹോഡ് എസ്കുലൻഡ പറയുമ്പോഴാണ് കപ്പയ്ക്ക് കേരളത്തിൻ്റെ തെക്കേറ്റം തൊട്ട് വടക്കേ അറ്റം വരെ ഒരുപാട് പേരുണ്ട്. കൊള്ളി, ചീനി, മരച്ചീനി, കപ്പ, പൂളക്കിഴങ്ങ്. പൂളക്കിഴങ്ങ്. അപ്പൊ ഇങ്ങനെ പേരുകൾ പോവുകയാണ്. അതേപോലെ കപ്പയ്ക്ക. ഈ കപ്പയ്ക്കയുടെ ഈ ഇപ്പുറത്തായി പോയാൽ കൈപ്പക്കയായി. ഈ കൈപ്പക്ക ഇവിടെ പാവയ്ക്ക, ഞങ്ങളുടെ പാവയ്ക്കയാണ് ഇവിടെ കൈപ്പക്ക. ബിറ്റർ ഗോഡ്, മൈമോർഡിക്ക ചരാൻഷ്യ. ഞെട്ടരുത് നിങ്ങളുടെ പേരുകൾ കേൾക്കുമ്പോൾ, എൻ്റെ ശാസ്ത്രനാമമാണ് മൈമോർഡിക്ക ചരാൻഷ്യ. അപ്പോൾ അത് കൈപ്പക്ക. ഓമയ്ക്ക എന്ന് വെച്ചാൽ പപ്പായ, പപ്പയ്ക്ക, പപ്പാളി, പപ്പരയ്ക്ക, കറമൂസ. ഇങ്ങനെ പേര്, കപ്ലങ്ങ. എത്ര പേരുകളാണ്. അപ്പൊ ഇതിൽ ഏത് പേര് നമ്മൾ കോമൺ ആയിട്ട് എടുക്കും? നിങ്ങളൊക്കെ ഒരു പക്ഷേ ഇപ്പം 22-23 വയസ്സുള്ള ആൾക്കാരായിരിക്കും. നിങ്ങളൊക്കെ റേഡിയോ കേൾക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. പക്ഷെ ഞങ്ങളുടെ ഈ ഒരു ഗ്രൂപ്പിലുള്ള ആൾക്കാർ ഒന്നുമില്ലെങ്കിലും ഒരു കാലഘട്ടത്തിൽ നമുക്ക് റേഡിയോ മാത്രമേ ഉള്ളായിരുന്നു. അന്ന് ദൂരദർശനൊന്നും ഇത്രയും മീൻസ് ടെലിവിഷനൊന്നും ഇത്രയും ഇതായിട്ടില്ല. അന്ന് റേഡിയോ ആണ്. രാവിലെ തൊട്ട് റേഡിയോയിൽ നമ്മൾ കേട്ടു തുടങ്ങും. അപ്പോൾ രാവിലെ ഒരു 7 മണി സമയത്ത് ഒരു പരസ്യം കേൾക്കും. കൃഷിപാഠം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അതിന് മുന്നേ ഒരു പരസ്യമുണ്ട്. ഓലചുരുട്ടി തണ്ടുതുരപ്പൻ പട്ടാളപ്പുഴു ഗാളിച്ച, പച്ചത്തുള്ളൻ തവിട്ടുതുള്ളൻ ഇവയുടെ അന്തകനാരാണ്. ഒരു കീടനാശിനിയുടെ പരസ്യം. പക്ഷേ നെല്ലിൻ്റെ കീടങ്ങളുടെ പേര് മൊത്തം അതിനകത്തുണ്ട്. മെയിൻ കീടങ്ങൾ, പ്രധാനപ്പെട്ട എല്ലാ കീടങ്ങളും. ഓലചുരുട്ടി തണ്ടുതുരപ്പൻ പട്ടാളപ്പുഴു ഗാളിച്ച, പച്ചത്തുള്ളൻ തവിട്ടുതുള്ളൻ. തവിട്ടുതുള്ളൻ എന്ന് വെച്ചാൽ ബ്രൗൺ പ്ലാൻ ഹോപ്പർ എന്നാണ് അതിൻ്റെ പേര്. നീലപ്പറവ, അതാ ലൂജൻസ്, ഡെൽഫാസിഡെ ഫാമിലി. അപ്പൊ ഇങ്ങനെ പേരുകൾ കൊടുത്തുള്ള ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഏറ്റവും നൊട്ടോറിയസ് പെസ്റ്റാണ് നെല്ലില്. അവനാണ് ഈ നെല്ല് വട്ടത്തിൽ കരിഞ്ഞിരിക്കുന്നതാണ് നെൽപ്പാടങ്ങൾ. ഹോപ്പർ ബേൺ എന്നാണ് ആ ലക്ഷണത്തിന് പറഞ്ഞത്. ലക്ഷണങ്ങൾക്ക് പേരുകളുണ്ട്. അപ്പം ഇതിനെല്ലാം നമ്മൾ ചില ലക്ഷണങ്ങൾക്ക് നമ്മൾ മലയാളം വാക്കിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ വെൺകതിർ, വൈറ്റ് ഇയർ ഹെഡ്, അതായത് കതിര് പതരാകുന്ന അപ്പോൾ അത് വെള്ള കളറിലാകുകയാണെങ്കിൽ നമ്മൾ അതിനെ വെൺകതിർ എന്ന് പറയും. വെൺകതിർ ആ ഒരു ലക്ഷണത്തിന് പറയുന്നതാണ്. നമ്മുടെ സയന്റിഫിക് ലക്ഷണം വൈറ്റ് ഇയർ ഹെഡാണ്. അതായത് ചാഫി ഗ്രെയിൻസ്, അകത്തൊന്നുമില്ല, ഫില്ലിംഗ് ഒന്നുമില്ല, ഫില്ലിംഗ് എല്ലാം പോയി. അത് ഒരുപാട് കീടങ്ങളുടെ ആക്രമണം കൊണ്ടുണ്ടാവാം. അതേപോലെ നെല്ലിൽ വരുമ്പം പോളരോഗം, പോളകരിച്ചിൽ, ഇതിനൊക്കെ ഷീത്ത് റോട്ട്, ഷീത്ത് ബ്ലൈറ്റ് ഇങ്ങനെ പോവുകയാണ്. ഞാൻ അരക്ക് എന്താണെന്ന് പറഞ്ഞില്ല. എന്താണ് അരക്ക്? ചക്കയുടെ അരക്ക്. ആർക്കെങ്കിലും എതിരഭിപ്രായമുണ്ടോ? വിളഞ്ഞി. അരക്ക് വിളഞ്ഞിയാവും, പല സ്ഥലത്തും വിളഞ്ഞിയാണ്. എന്നാൽ ഈ അരക്ക് കണ്ണൂർ കാസർഗോഡ് ജില്ലയിൽ വരുമ്പോൾ അരക്കെന്ന് പറയുന്നത് ഏഫിഡ് എന്ന് പറയുന്ന ഒരു പ്രാണിയാണ്. പയറിലെ മുഞ്ഞ അല്ലെങ്കിൽ ഏഫിഡ്, APHID, ഏഫിഡ് എന്ന് പറയുന്ന പ്രാണിയെ ഇവിടെ അരക്കെന്നാണ് പറയുന്നത്. സാറേ, പയറിൽ അരക്കിന്റെ ആക്രമണം. നമ്മൾ ഈ അരക്ക് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് കഥയാണ് ഓർമ്മ വരുന്നത്. അപ്പം ഇത്രയൊക്കെയാണൊരു പ്രധാനമായിട്ട് പറയാം. ഇതൊന്ന് ജസ്റ്റ് ഓടിച്ചു വിടുക. ഇത് ഞാൻ പറഞ്ഞു സ്റ്റെം ബോറർ. നെക്സ്റ്റ് പ്രിഡേറ്റേഴ്സ്, ഇരപിടിയന്മാർ. നെക്സ്റ്റ് ഇതാണ് പാരസൈറ്റ്സ്, പരാതങ്ങൾ. ഈ പരാതങ്ങളുടെ കാര്യം ഞാൻ പറഞ്ഞു. ഇത് നിങ്ങൾ നോക്കുക, അവിടെ താഴെ കാണുന്ന മുട്ടകളാണ്, കീടങ്ങളുടെ മുട്ടകളാണ്. അതിൽ പോയി ഇവന്മാർ പോയി മുട്ടയിടുകയാണ്.
ആമാർ അതിനകത്ത് മുട്ടയിലിരുന്ന് വിരിഞ്ഞ് ആ മുട്ടയെ കൊന്നുകളയും. അപ്പോൾ കീടം ഇല്ല, കീടത്തെ നശിപ്പിക്കുകയാണ്. അപ്പം നമ്മുടെ ബെനിഫിഷ്യറീസ് ആയിട്ടുള്ള ഗുണകരമായിട്ടുള്ള പ്രാണികളാണ്, മിത്രപ്രാണികളാണ് ഈ പാരസൈറ്റ്സ്. അതിനൊരു എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടി പറഞ്ഞത്. നെക്സ്റ്റ് കഴിഞ്ഞു. ഓക്കെ, അപ്പം ഇത്രയും സമയം എന്നെ സഹിച്ച എല്ലാവർക്കും എൻ്റെ പ്രത്യേകം നന്ദി. ഇവിടെ ഇത്രയും നല്ലൊരു വേദി ഒരുക്കി ഇതിൻ്റെ പിന്നിൽ അണിയറ പ്രവർത്തനങ്ങൾ നടത്തിയ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു.